ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു കൃഷിയുണ്ട്, അതൊന്ന് പറിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഞാനിവിടെ കയറി വന്നപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ടെറസിൻ്റെ മുകളിലാണ് പരിപാടി. അപ്പം ഇത് എലി ഇതിൻ്റെ അടിയേ തിന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ഞാൻ ഇനി പറിക്കാം, ഇനി എലിക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ തുരപ്പന് ഭയങ്കര ശല്യമായിട്ട് മാറിയേക്കോ നമ്മുടെ. അത് ടെറസിൻ്റെ മുകളിലാണ്. ഇതുണ്ട്, ഒരു ചാക്കിനകത്താണ് ഞാൻ കപ്പ നട്ടു വെച്ചത്. ഈ ചാക്ക് ഞാൻ പൊട്ടിച്ചു. കാരണം നമ്മുടെ തുരപ്പന് ഭയങ്കര ബുദ്ധിമുട്ടി മാന്തി അടിയെ പോയി മുഴുവൻ കഷ്ടപ്പെട്ട് അത് പറിച്ചെടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി അത് തുരപ്പിന് കൊടുക്കുന്നില്ല. എന്ത് കണ്ടോ, നല്ല വലിയ കിഴങ്ങായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? തുരപ്പനത് മുഴുവൻ കൊണ്ടുപോയി. അതുകൊണ്ട് ആ ദേഷ്യത്തിന് ഞാൻ ഇന്നിത് പറിച്ചുകൊണ്ട് പോന്നു. ബാക്കിയുള്ളത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അധികം വിട്ടില്ല, എനിക്ക് കൈയൊന്നും മേലാത്തതുകൊണ്ട് ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നല്ല വിളവായിരുന്നു. ഇതുകൊണ്ട് രണ്ടിനകത്തും നമ്മുടെ തുരപ്പം പണി പറ്റിച്ചു. വലിയ കിഴങ്ങ് നോക്കി അവരതാ വലിയ കിഴങ്ങ് നോക്കിയാണ് എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഇത്ര വലിയ കിഴങ്ങായിരുന്നു. അതും കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ബാക്കി മുഴുവൻ കരികിലയാണ് കേട്ടോ. എന്നിട്ട് ഇത്രയും നല്ല വിളവുണ്ട്. ഇതുണ്ട്, നല്ല വിളവുണ്ട്. ഒരു ചുവട് പറിച്ചാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം അല്ല, പറയുവാണെങ്കിൽ 2 ദിവസം തിന്നാനുള്ളതുണ്ട്. അത് നമ്മുടെ തുരപ്പം പണി ഒപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളിത് 2 ദിവസം ഭക്ഷണമാക്കിയതായിരുന്നു. എനിക്കൊരു മറ്റൊരു പറ്റും കൂടെ പറ്റിയിട്ടുണ്ട്, അതുകൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കൃഷി ഇതുപോലെ ചെയ്യുന്നവരല്ലേ, അപ്പം എന്തെങ്കിലും പാകപ്പഴ പറ്റിയാൽ അത് നമ്മൾ മറ്റുള്ളവർ പറയുവാണെങ്കിൽ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മഴ പെട്ടെന്ന് വന്നതുകൊണ്ട് ഇതിൽ നിന്ന് കുറേ മണ്ണ് കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റിയില്ല. അപ്പം കുറേ ചപ്പും ചവറൊക്കെ ഉണ്ട്. ഇതാ ഇഞ്ചി നട്ടതാണേ. ഒരു ദിവസം കുറച്ച് ചാരം കൊണ്ടുവന്ന് ഇട്ടു. ചാരം കൊണ്ടുവന്ന് വേറെ ഒരു നാരകം ഉണ്ടായിരുന്നു, അതിനിടാൻ കൊണ്ടുവന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഇതിൻ്റെ വീട്ടിലിട്ടു. ഇത് ഇനി ആരും ഈ മണ്ടത്തരം കാണിക്കരുതേ. ഇത് കണ്ടോ, പഴുത്തു പോയി. നിറച്ചുകൊണ്ട് ഇതെല്ലാം ഇത് ചാക്കെല്ലാം പോയി. എന്നാലും ഇതുണ്ടോ, നിറച്ചും ഇഞ്ചി ഉള്ളിക്കൂടെ എല്ലാം മുളച്ച് വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം മുളയാണ്. പക്ഷേ ഒരു പണി, ഇനി ഇതുപോലുള്ള വെട്ടിത്തരങ്ങൾ ആർക്കും പറ്റാതിരിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല വിളവായിരുന്നു. ചാരമൊന്നും ഇടാത്ത ഇഞ്ചി ഉണ്ട് കേട്ടോ. ഒന്നും ഇടാതെ ഒരെണ്ണം പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല. ചാക്കിലാണ് നട്ടേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി ഇതിലുണ്ട്. ഇതെല്ലാം ഇഞ്ചിയാണ്, ഇത് ഇഞ്ചിയാണ്. ഇതൊക്കെ വലിയൊരു കൂടാണത്. കിട്ടിയതിനകത്തൊക്കെ കിട്ടിയതുപോലെ കറി വെക്കാൻ കൊണ്ടുവരുന്നതിൻ്റെ ഓരോ കഷ്ണം നട്ട് അത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ഇഞ്ചി മേടിക്കേണ്ടി വന്നില്ല. പിന്നെ സുഖമില്ലാതെ വന്നതുകൊണ്ട് കുറച്ച് ഇഞ്ചി മേടിച്ചു. അപ്പോൾ കറി വെക്കാൻ കിട്ടിയതിൻ്റെ ബാക്കി ഓരോ കഷ്ണം കൊണ്ട് നട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും താല്പര്യമുണ്ട് ഇതുപോലെ നടാം. ഓക്കെ, താങ്ക് യു.